ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ചെയ്തത് ഒക്കെ നോർമലായിട്ട് പോകുന്ന ഒരു നാട്ടിൻപുറം പയ്യൻ, അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇത് ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെട, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫിസിക്കൽ എഫേർട്ടും കാര്യങ്ങളും കൊടുക്കേണ്ടി വന്നൊരു സിനിമ തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങും രസമായിരുന്നു. നമ്മൾ എത്രത്തോളം ഫിസിക്കൽ എഫേർട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല രസത്തിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഭാഗ്യം കൊണ്ട് വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല. സൂപ്പറായിരുന്നു. ഫോറസ്റ്റ് ആയിരുന്നു. നമ്മള് മറ്റേ കാട്ടുപോത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയല്ല, പോണ വഴിക്കും കാര്യങ്ങളും അത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. ഞാൻ ഈ അടുത്ത് ഊട്ടി പോയപ്പം എൻ്റെ ചിലപ്പോൾ ഞാൻ പൊട്ടമൈൻഡിൽ ചിന്തിച്ചായിരിക്കും ഞാനിങ്ങനെ പറഞ്ഞേ, എടാ നമ്മൾ സേഫാണ്, നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലായിരിക്കുന്നത്, പുലി വന്നാലും ഒന്നും ചെയ്യില്ലെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞേ, ആ പുലിക്ക് നെഗൊക്കെ ഉണ്ട്, ഒന്ന് തട്ടിയിട്ട് പോയാൽ മതി. അപ്പോഴെനിക്ക് ഐ സി. അതെ അതെ, അപ്പൊ നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലം സേഫ് ആണെന്നല്ലേ. അത് നമ്മൾ ഡയറക്ടറോട് ചോദിക്കണം. റൂത്ത് നമ്പർ 17 എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിലെത്തിയ 2 പേരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അഖിൽ അഞ്ജു, വെൽക്കം ടു മാജിക് ചാനൽ. ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ അഖിൽ പ്രഭാകരൻ, ആർട്ടിസ്റ്റാണ്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. തമിഴിലെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ തമിഴ്നാട് റിലീസ് കഴിഞ്ഞിരുന്നു, ഇന്നലെയാണ് കേരളത്തിൽ റിലീസായത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ. ഞാൻ അഞ്ജു പാണ്ഡ്യ, എൻ്റെ നാട് വന്ന് കോഴിക്കോടാണ്. ഇത് തമിഴിൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ മലയാളത്തിൽ ഞാൻ ഏകദേശം ഒരു 7 മൂവീസിലും ഏതായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രൊഫഷണലായിട്ട് എയർ ഹോസ്റ്റസായിട്ട് വർക്ക് ചെയ്യുകയാണ്, സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഡാൻസറാണ്. എന്നെപ്പറ്റി പറയുന്നത് ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 2 പേരുടെയും ഫസ്റ്റ് മൂവിയാണ് തമിഴ്. മലയാളത്തിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ തമിഴ് ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? സിനിമയിൽ ഡയറക്ടർ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാൻ തൃശ്ശൂർ സ്വദേശമാണ്, കൊരട്ടിയാണ്. അപ്പോൾ അവിടെ ഇൻഫോ പാർക്കിലാണ് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പരിചയപ്പെട്ടു. പുള്ളി ഇങ്ങനെ മൂവി പാഷനായിട്ടാണ്, അങ്ങനെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു തായ്നിലം എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെ പറ്റി സംസാരിച്ചത്. അപ്പോൾ ആളുടെ സെക്കൻഡ് പ്രൊജക്റ്റിൽ തന്നെ നായകനാവാനുള്ളത്? നായകൻ അല്ല, ശരിക്കും സെക്കൻഡ് ഹീറോ ആണ്. നായകനായിട്ട് ചെയ്യുന്നത് ജിതൻ രമേശാണ് തമിഴിൽ. അപ്പോൾ അഞ്ജു എങ്ങനെ ഈ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ ഓഡിഷൻ ത്രൂ ആണ് വന്നത്. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ജോബൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഡയറക്ടർ എന്നെ കാണുന്നത്. ഫസ്റ്റ് ആ ലുക്കിൽ ഞാൻ ആപ്റ്റ് അല്ലായിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആക്ച്വലി അതെനിക്ക് അറിയില്ല, കാരണം നമ്മൾ ഗ്രൂം ചെയ്തിട്ടുള്ളത് ലൈക്ക് നമ്മൾ ഈ ജോബിന് പോയി വരുന്നത്. അപ്പോൾ വരുമ്പോൾ അവർ ഉദ്ദേശിച്ചൊരു ഇത് എൻ്റെ ലുക്കിലില്ലായിരുന്നു. കാരണം അവർക്ക് വേണ്ട എന്താ പറയുക, വിത്തൗട്ട് മേക്കപ്പ്, അതായത് ഭയങ്കര ക്ഷീണം പിടിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ലുക്കാണ് ഓൾറെഡി ഡയറക്ടറുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓഡീഷന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ആയി. പിന്നെ നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞത്, അത് അവരുടെ ഭാഗ്യം. ഞാൻ അങ്ങനെ പറയും, ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിർത്തിയിട്ട് പോകട്ടോ, എന്നെ ഒഴിവാക്കിയതാ നിങ്ങൾ. അതെ, നിർത്തിയിട്ട് പോകട്ടോ. പിന്നെ ഞാൻ ചെയ്ത MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആയപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു റോള് തന്നെ. കാരണം ഈ ഒരു റോള് പറഞ്ഞാൽ ഭയങ്കര ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം നമുക്ക് അത്രയും ചെയ്യാനുള്ളൊരു റോളുണ്ട്. അത് നമ്മളെ വിശ്വസിച്ച് ഒരാൾ തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇനി
ഇപ്പം രണ്ടുപേരും ഇതിനു മുമ്പ് വേറെ കുറേ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. അപ്പം അതിൽ നിന്ന് തമിഴിലോട്ടും ഒരു ഫസ്റ്റ് മൂവി അങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് എന്താ തോന്നിയത്? ലാംഗ്വേജ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാംഗ്വേജ്? അല്ല, ഇതിൽ പിന്നെ അധികം ഡയലോഗ്സ് നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഉള്ളത് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് മാത്രമേ. ഒരു സർവൈവൽ മൂവിയാണല്ലോ, അപ്പൊ എല്ലാം ആ സ്ട്രഗ്ലിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തമിഴ് ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ചെയ്ത സിനിമ തമിഴാണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് ഷൂട്ട് കംപ്ലീറ്റ് ആയില്ല. അപ്പൊ അന്ന് അത് ഫുൾ ഇങ്ങനെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഫുൾ ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു, ഹീറോ ആയിരുന്നു അതിൽ. അപ്പോൾ ഞാനത് തംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി പഠിച്ച് അങ്ങനെ ആ ഒരു തമിഴ് ഏറെ കുറച്ചൊക്കെ അറിയാം. പിന്നെ നമ്മൾ തമിഴ് സിനിമകളൊക്കെ എപ്പോഴും കാണുന്നതാണ്. സംസാരിക്കാൻ കുറച്ചൊക്കെ അറിയാലേ, അത് പിടിച്ചിട്ട് അങ്ങോട്ട്. അതെ 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 അതെ. അപ്പൊ അഞ്ചു എങ്ങനെയായിരുന്നു? ലാംഗ്വേജ് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു? ലാംഗ്വേജ് നമ്മൾ ഈ ഫ്ലൈറ്റ് കയറി അഡ്ജസ്റ്റ് ചെയ്ത് വർത്തമാനം പറയുന്നത് പോലെയല്ല നമ്മള് ഒരു കാരണം തമിഴ് അവിടെ വരെ നമുക്ക് അത്ര പാസഞ്ചേഴ്സ് ഒന്നും തമിഴ് സംസാരിക്കുന്നവരില്ല. കാരണം ഞാൻ കാലിക്കറ്റ് നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറമേ പോകുമ്പോഴാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വന്നില്ല. കാരണം നമ്മളൊരു 90% 90 ഉണ്ടാവില്ല, 80% അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത കാലിക്കറ്റിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ ബാക്കി 20% ആയിരുന്നു തെങ്കാശിയിലും അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല ആക്ച്വലി ഇതൊരു തമിഴ് മൂവിയാണ് നമ്മൾ ചെയ്യുന്നതെന്നില്ല. കാരണം നമ്മുടെ ക്രൂ എല്ലാം മോസ്റ്റ്ലി ലൈക്ക് ഒരു 90% അവരും മലയാളികളാണ്. പിന്നെ ഡയറക്ടർ ഹാഫ് തമിഴിനും മലയാളി അങ്ങനെ മിക്സാണ്. അപ്പൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നൈയിൽ പോയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴാണ് ഞാൻ അതെ ഇത് പണി പാളി. കാരണം അവര് പ്രോപ്പർ തമിഴാണ് അവർ പറയാ. അപ്പൊ അവർ പറയും ഇല്ല നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞോളൂ എന്നാലും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നമുക്കത് വരില്ല. കാരണം നമ്മളെ ഒരു നെക്സ്റ്റ് പേഴ്സൺ തമിഴിൽ സംസാരിക്കുമ്പോൾ നമ്മളും അത് ട്രൈ ചെയ്യും. പ്രത്യേകിച്ച് ഞാനത് ട്രൈ ചെയ്യും ആ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി. എന്നാൽ അഖിൽ അങ്ങനെയല്ലായിരുന്നു. അഖിൽ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഓഡിയോ ലോഞ്ച് നടന്നിരുന്നപ്പോ ഞാൻ കുറച്ച് സംഭവങ്ങൾ എഴുതി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് വന്നപ്പോ അത് തന്നെ എടുത്തലക്കി. പക്ഷെ അവരിങ്ങോട്ട് ഓരോന്ന് ചോദിക്കുമ്പോ പിന്നെ നമ്മള് പുതിയ പഠിച്ചതല്ലാത്ത വേറെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ ഞങ്ങൾ പാസ് ചെയ്യും. അപ്പൊ ഞാൻ പറയും യെസ് സർ ഡയറക്ടർ സർ പറയാം. ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കണ്ടുകഴിഞ്ഞാൽ കോമഡിയാണ്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മറ്റേ ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതെ ഞാൻ തിരയില്ലേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ അത് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇരുന്ന് ചിരിക്കും. പക്ഷെ അഖിലിനെ സംബന്ധിച്ച് അഖിൽ ഭയങ്കര പ്രിപ്പേർഡ് ആയിട്ട് ലൈക്ക് എല്ലാം ഇരുന്ന് എന്നിട്ട് ഞാനത് കോപ്പിടിക്കാൻ പോകും. ഞങ്ങൾ നൈറ്റിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇതൊരു റീഡ് ചെയ്യുന്ന സംഭവമുണ്ട്. മൂപ്പരാണ് അവിടെ ഇരുന്ന് വായിക്കും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ഓക്കെ കുറച്ച് പോയിന്റ്സ് കിട്ടി എന്നിട്ട് അത് ഞാൻ എഴുതി വെക്കും. അത് എന്നിട്ട് എടുത്തു പറയും. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയാ പഠിക്കുക. പക്ഷെ എന്നാലും നമുക്ക് വലിയൊരു ബാരിയറായിട്ട് ലാംഗ്വേജ് തോന്നിയിട്ടില്ല. ലൈക്ക് സിനിമയുടെ മേക്കിംഗ് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയായിരുന്നോ? കുറച്ച് മീൻസ് തമിഴാകുമ്പോൾ കുറച്ചും കൂടെ അവരുടെ ഒരു കൾച്ചറിലോട്ടും കൂടെ മിക്സ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ചെയ്തത് ഒക്കെ നോർമലായിട്ട് പോകുന്ന ഒരു നാട്ടിൻപുറം പയ്യൻ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളെ ക്യാരക്ടേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇത് ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെടാം, അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫിസിക്കൽ എഫേർട്ടും കാര്യങ്ങളും കൊടുക്കേണ്ടി വന്നൊരു സിനിമ തന്നെയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങും രസമായിരുന്നു. നമ്മളെ എത്രത്തോളം ഫിസിക്കൽ എഫേർട്ട് ഉണ്ടെന്ന് നമുക്ക് നല്ല രസത്തിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ ഭാഗ്യം കൊണ്ട് വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല. എന്റെ മാത്രം ഒടിഞ്ഞു. അത് വലിയൊരു സ്റ്റോറിയാ, ഞാനിപ്പോ പറയുന്നില്ല. അത് സിനിമ എന്തായാലും അറിയാം. അത് അഞ്ചു ഞാനും ഡ്യൂപ്പില്ലാണ്ട് തന്നെയാണ് മൊത്തം ചെയ്തത്. ഈ റോപ്പിൽ നിന്ന് വീഴുന്ന സീൻസ് ആയാലും അതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വില്ലൻ ഹീറോ കൊണ്ടിങ്ങനെ തള്ളിയിടുന്ന ഒരു സംഭവമൊക്കെ. അപ്പോൾ ഒരു ഡ്രമ്മിലടിച്ച് വീണ്ടും തിരിഞ്ഞു മറിഞ്ഞു വരുന്ന ഇങ്ങനെ. അപ്പോൾ ഇത്തിരി റിസ്ക് ഉള്ള സംഭവം തന്നെയായിരുന്നു. ബെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാറയിലൊക്കെ വന്ന് ഇടിച്ച് എന്തെങ്കിലുമൊക്കെ പറ്റും. ബെഡിൽ അതും കുറെ സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ജാക്കി സർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് പറഞ്ഞുതരും. ഇപ്പോ സിനിമയുടെ കഥ കേട്ടപ്പോഴില്ലേ ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് തോന്നിയായിരുന്നോ? എന്നോട് കഥ പറഞ്ഞപ്പോൾ എനിക്ക് അത്രമാത്രം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സെക്കൻഡ് ഹീറോ ആണ്, ഇങ്ങനെ പ്രേമിച്ചിറക്കുന്ന ഒരു പയ്യനാണ്,
ഒരു ഔട്ട്ലൈൻ പോലെ എന്നോട് പറഞ്ഞുള്ളൂ. അല്ലാണ്ട് പുള്ളി നമ്മൾക്ക് അറിയാലോ പുള്ളിനെ. നോർമൽ സ്റ്റോറി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഞാൻ പൂജയ്ക്ക് ചെന്നപ്പോഴാണ് ഈ ഗുഹയുടെ സെറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് സംഭവം വേറെ ആണെന്ന്. പിന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നു. അതെ എന്നെ ഇതിന്റെ ഡയറക്ടർ അഭിലാഷ് സാറ് കഥ പറഞ്ഞ് വീഴ്ത്തിയതാ ഈ സിനിമയിലേക്ക്. അഭിലാഷ് ഏട്ടൻ കഥ പറയുന്ന രീതി അത് ജസ്റ്റ് അമേസിങ്. ലിറ്ററലി നമ്മളിങ്ങനെ ഇരുന്നു പോകും. നമ്മളെന്താ പറയുക, കാരണം ഈ മൂവി നമ്മുടെ മുമ്പിൽ കാണുന്നു, ആ രീതിയിലാണ് നറേറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ എനിക്ക് ഇതിൽ ഇത്രമാത്രം ഓടാനും ചാടാനും ഇതൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യില്ല. കാരണം ആ രീതിയിലാണ് ഒരു വിഷ്വൽ ക്വാളിറ്റി. അപ്പം തന്നെ നമുക്ക് കാണാം ഇതിങ്ങനെയായിരിക്കും. ഓരോ ഫ്രെയിമും ഓരോ സീനും അത്രയും ഇതായിട്ട് പറഞ്ഞുതരും. അത് കഴിഞ്ഞ് അപ്പം ഇടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട്, ഡ്യൂപ്പ് വേണോ? ഇറ്റ്സ് ഓക്കെ, വേണ്ട. അതെ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മളെ മനസ്സിൽ പോലും ഇങ്ങനൊരു സംഭവം വരുന്നില്ലല്ലോ. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അതെ ഡ്യൂപ്പ് വേണോ? അപ്പൊ നിനക്കിനി ഡ്യൂപ്പ് വേണ്ട, ഞാൻ ചോദിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിന്റെ പ്രശ്നമാണ്, അപ്പൊ നിങ്ങൾ പറഞ്ഞു തരണമായിരുന്നു സ്റ്റോറി. പക്ഷെ ഈസ് എ വെരി ബ്രില്യന്റ് ഡയറക്ടർ. എന്നാലും ഡ്യൂപ്പ് ഒന്നും ഇല്ലാണ്ട് ചെയ്തപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയില്ലേ? നല്ലതുപോലെ ആ സിനിമ കണ്ടാൽ അറിയാം. കാരണം അതായത് ഞാൻ പറഞ്ഞത്, നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണണം. കാരണം അതല്ലെങ്കിൽ ആ സിനിമേനെ നമ്മൾ എന്താ പറയാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെയാണ്, അങ്ങനെ പറയാം. കാരണം അവിടെ പോയി കാണുമ്പോൾ മാത്രമേ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും ഇപ്പം സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും അതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത് നമ്മളൊരു OTT ഇരുന്ന് കണ്ടാലോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ അങ്ങനെ പറയില്ല കേട്ടോ, ടി വിയിൽ ഇരുന്ന് കണ്ടാൽ അതിൻ്റെ അത്ര ഒരു ഇത് വരില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റാണ് അതിന്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഇപ്പോൾ സർവൈവൽ മൂവീസ് കുറേയൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ സർവൈവൽ മൂവീസിന് മ്യൂസിക്കും ഭയങ്കര ഒരു വലിയൊരു എലമെന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു ഇപ്പം തിയേറ്റർ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു മ്യൂസിക്കും കൂടെ വരുമ്പോൾ നന്ന ബ്ലെൻഡ് ആകുമ്പോൾ അടിപൊളി ഫീലിംഗ് ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഔസേപ്പച്ചൻ സാറ് എൻ്റെ ഫസ്റ്റ് തമിഴ് വർക്കാണിത്, തമിഴിലെ ഫസ്റ്റ് വർക്കാണ്. ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു സോങ് ഉണ്ട്, അത് ജസ്റ്റ് അമേസിങ്. നമ്മളിങ്ങനെ ഇരുന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് കേട്ടിരുന്നു പോകും. അത് ഔസേപ്പച്ചൻ സാറ് വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഔസേപ്പച്ചൻ സാറ് എല്ലാം ചെയ്യും. അതിനിപ്പോൾ ഒരു തിയേറ്ററിൽ മൂവി റിലീസായിട്ടുണ്ടെങ്കിൽ ശരി, ഇത്ര ആൾക്കാർ വന്നു, എന്ത് ചെയ്തു, അതായത് നമ്മളെക്കാട്ടും അപ്ഡേഷനാണ് സാറിനുള്ളത്. സാർ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും. സത്യം, ഞാനിതിപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മളൊക്കെ ഇപ്പോഴും നമ്മൾ ഈ ഫോണിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലല്ല. എന്നാൽ നമ്മൾ ഇതിൽ എന്താ പറയുക, അത്ര മേ ബി ഒരു റീൽസ് എടുക്കാൻ നമ്മൾ നോക്കും. പക്ഷെ സാറ് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എന്താ വേണ്ട കാര്യങ്ങൾ അത് പറഞ്ഞുതരും. പിന്നെ അതേപോലെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞുതരും. മ്യൂസിക് എല്ലാം സാറ് ഓൾ ഇൻ ഓൾ ആണ്. അപ്പോൾ സാറിൻ്റെ ഒരു മൂവിയിലൊക്കെ ഒരു ഭാഗമാവാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, കുസൃതി ചോദ്യങ്ങളാണ്. അയ്യോ, അങ്ങോട്ടും കൂടെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യണ്ട. സ്കോർ ആർക്കാ കിട്ടാൻ സ്കോർ ഇട്ടതല്ലേ നല്ലത്? ഈ വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, അതിൽ ഒരു ലെറ്റർ ഉള്ളു, ഏതാണ് ആ വാക്ക്? ഈ വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, അതിലൊരു ലെറ്റർ ഉള്ളു, ഏതാണ് ആ വാക്ക്? ബുദ്ധിപരമായിട്ട് ആലോചിച്ചാണോ? കുസൃതി ചോദ്യം. അതാണ്, എനിക്കിത് നടക്കില്ല. ഞാൻ ബുദ്ധിപരമായിട്ട് അതൊരു വേടോ? ഈ വെച്ച് തുടങ്ങി ഈ തന്നെയല്ലേ? ഈ വെച്ച് തുടങ്ങും, അവസാനിക്കും, ഒരു ലെറ്റർ ഉള്ളു, ഏതാണ് ആ വാക്ക്? ഞാൻ പറഞ്ഞു കുസൃതി ചോദ്യമാണ്, അങ്ങനെ ആലോചിക്കുന്നു, എന്നാലേ കിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് ആലോചിച്ചു. ഭയങ്കര ബുദ്ധിപരമായ അതെ, നമ്മളങ്ങനെ കുസൃതിത്തരങ്ങളൊന്നും ചെയ്യാറില്ല, നമുക്കിതറിയില്ല. ആൻസർ പറഞ്ഞാല് എന്തെങ്കിലും പറയോ? ഒരു ലെറ്റർ ഉള്ളൂ. എൻവലപ്പിൽ നമ്മള് ഒറ്റ ലെറ്റർ അല്ലേ ഇടുള്ളൂ. അതെങ്ങനെ എൻവലപ്പ് എഴുതുമ്പോ? ഓ, എൻവലപ്പ് ഒരു ലെറ്റർ. ഓക്കേ, ഇത് ബുദ്ധിപരമായുള്ള
പറയണേ ആൻസർ. പി വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, അതിലൊരുപാട് ലെറ്റേഴ്സ് ഉണ്ട്. ഏതാണ് വാക്ക്? പോസ്റ്റ് ബോക്സ് അല്ല പോസ്റ്റ് ബോക്സ്. പോസ്റ്റ് ബോക്സ്. ഓക്കെ, കറക്റ്റാ. പോസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അത് കിട്ടുന്നു, കാരണം നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. എവിടുന്നോ പഠിച്ചു വെച്ച് പറയാം അല്ലേ, ഇത് എവിടുന്നോ അറിയാം. അപ്പൊ 1-1-0. ഞാൻ അതിൽ തന്നെ ഇരിക്കുക, ഞാൻ ബുദ്ധിപരമായിട്ടാ ചിന്തിക്കുക. പ്രായപൂർത്തിയായ ആണും പെണ്ണും ആരും കാണാതെ ചെയ്യുന്നത് എന്താണ്? അത് ഞാൻ അത് നമ്മൾ ഡയറക്ടറോട് ചോദിക്കണം. പ്രായപൂർത്തിയായ ആണും പെണ്ണും ആരും കാണാൻ ചെയ്യുന്നത്. ഭയങ്കര ഫേമസ് ക്വസ്റ്റ്യനാ. ചെയ്യുന്നത് അയ്യോ ഞാനത് എവിടോ കേട്ടിട്ടില്ലേ? ഇന്റർവ്യൂ ഇതുവരെ തന്നെ കണ്ടിട്ട് ഞാൻ എവിടെയോ. ഹെൽപ്പ് എടുക്കാൻ പറ്റുമോ? അതെ, കാരണം നമ്മൾ ഡയറക്ടർക്ക് ഇത് നല്ലപോലെ അറിയാം, പിന്നെ ഞങ്ങളെ ക്യാമറമാനും. അയ്യോ ഇതെന്താ, എനിക്ക് ആ സംഭവങ്ങളൊന്നും അറിയില്ല. അതൊക്കെ എന്താ? എന്തായിരുന്നു വോട്ടിംഗ്. ഞാൻ തെറ്റിദ്ധരിച്ച് ഞാൻ വേറെ സംഭവം ചിന്തിച്ചു. ഇത് ചിലപ്പോ കിട്ടും. അടിക്കും തോറും ചെറുതാവുന്നത് എന്താണ്? ഞാൻ ഒരു ഓർഗ കിട്ടി. ഓക്കെ, അത് കിട്ടുന്നില്ല. ആദ്യം ഇത് വലുതായിരുന്നു, ഇപ്പൊ ഇത് ചെറുതാണ്. അകത്ത് വെച്ചാൽ എന്തെങ്കിലും കാര്യമുള്ളൂ. എന്താണ് സാധനം? ആദ്യം വലുതായിരുന്നു, ചെറുതാണ്, അകത്തിട്ടാൽ എന്തെങ്കിലും കാര്യമുള്ളൂ. ഞാൻ വേറെ മൈൻഡിലൂടെ ചിന്തിക്കുന്ന ഒരു ഉപയോഗിക്കുന്ന സാധനം. ഇത് കുസൃതി തന്നെയാണോ? എന്റെ മൈൻഡ് മാറ്റേണ്ടതായിരിക്കുന്നു. സിം കാർഡ്. ഞാൻ പറഞ്ഞില്ല എല്ലാരും ഉപയോഗിക്കണെന്ന്, ഇതില്ലാണ്ട് പറ്റില്ല. അകത്ത് വെച്ചാലും വലുതോ? ആദ്യം സിം കാർഡ് ആദ്യം എപ്പോഴും വലുതായിരുന്നില്ല, ഇപ്പൊ ഇത്ര ഉള്ളൂ. ഓ അങ്ങനെ, ഐ സി. ഓ എന്റെ ബുദ്ധി മാറ്റേണ്ടതായിരുന്നു. അപ്പൊ ജയിച്ച ആളാരാന്നറിയാലോ. അപ്പൊ ഞാനാ ജയിച്ചത്. അല്ല, നമ്മളെക്കാട്ടും കുസൃതി അവിടെയുള്ള. അപ്പൊ ലൊക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസും? എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണി എക്സ്പീരിയൻസ്? എന്തെങ്കിലും ഭയങ്കര സ്കെയർ ആയിരുന്നു, എന്തെങ്കിലും എടുത്തു പറയാൻ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മറ്റേ കാട്ടുപോത്തിനൊക്കെ ഉണ്ടായിരുന്നു. അറ്റാക്ക് ചെയ്യുന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയല്ല, പോണ വഴിക്കും കാര്യങ്ങളും അത് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. ഞാൻ ഈ അടുത്ത് ഊട്ടി പോയപ്പം എന്റെ ചിലപ്പോൾ ഞാൻ പൊട്ട മൈൻഡിൽ ചിന്തിച്ചായിരിക്കും ഞാനിങ്ങനെ പറഞ്ഞേ, എടാ നമ്മൾ സേഫ് ആണ്, നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലായിരിക്കുന്നത്, പുലി വന്നാലും ഒന്നും ചെയ്യില്ലെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞേ, ആ പുലിക്ക് നെഗൊക്കെ ഉണ്ട്, ഒന്ന് തട്ടിയിട്ട് പോയാൽ മതി. അപ്പോൾ ഓ ഐ സി. അപ്പൊ ശരിയാണ്, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലം സേഫ് ആണെന്നല്ലേ. അതെ. അപ്പൊ ആദ്യം മുതലേ രണ്ടുപേർക്കും സിനിമ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ വന്നതാണോ? അതെ, സിനിമ എന്നുള്ള ആഗ്രഹം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് മോഡലിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ആക്ടിങ് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ ഷോർട്ട് ഫിലിം കാര്യങ്ങളും അതിൻ്റെയൊക്കെ പാർട്ടായി. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് കയറി, ഒരു IT കമ്പനിയിൽ കയറി. അതിൻ്റെ ഇടയിൽ ഇൻബിറ്റ്വീൻ ഓഡീഷൻസ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓഡീഷനിൽ സെലക്ട് ആയിപ്പോൾ എനിക്ക് അവിടെ 2 വർഷം ബോണ്ടും കാര്യങ്ങളും പറഞ്ഞു. മറ്റേ ഓഫീസിൽ അവരെന്നെ പെർമനൻ്റ് ആയിട്ട് എടുക്കാം, 2 വർഷം ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മൺഡേ ടു സാറ്റർഡേ വരെ ജോബാണ്. അപ്പോൾ എൻ്റെ ഒരു പരിപാടികളും നടക്കില്ല, എന്തെങ്കിലും ഒരു ഓഡീഷന് വരെ പോകാൻ പറ്റുമോ നടക്കില്ല. പിന്നെ ഞാൻ ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് എന്നെ അടുത്ത ദിവസം തന്നെ ഞാനത് റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. പിന്നെ ഇങ്ങനെ ഓഡീഷനായിട്ട് ഇങ്ങനെ നടന്ന് ആണ് ഒരു പ്രൊജക്റ്റിൽ കയറിയത്. അതാ ഫസ്റ്റ് തമിഴ് പ്രൊജക്റ്റ്. അത് പിന്നെ ഒരു എൻ്റെ ഇപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്തോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ അത് നിന്നുപോയി. പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ടൊരു മലയാളം പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു.
അഞ്ചോ എങ്ങനെ സിനിമ എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വന്നത്? അഞ്ചാണെങ്കിൽ ഹെയർ ഹോസ്റ്റസും കൂടെ അല്ലേ, അതെ, വേറൊരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ ഇങ്ങനെ സിനിമ ആഗ്രഹം ചെറുപ്പം മുതലുണ്ടായിരുന്നോ? ചെറുപ്പം മുതൽ പറഞ്ഞാൽ ഞാൻ ഒരു ഡാൻസറായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുക കലോത്സവം അല്ലേ. അപ്പോൾ അത് ഒബ്വിയസ്ലി നമ്മുടെ മൈൻഡിൽ ഓക്കെ ഡാൻസിൽ എന്തെങ്കിലും നല്ലതുപോലെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ കാരണം എന്നെ സംബന്ധിച്ച് ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാവുന്നതിലും വലിയൊരു മേഖലയായിരുന്നു. പക്ഷേ വൺസ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പിന്നെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ആ ഒരു ഏജിൽ തീർച്ചയായിട്ടും കാരണം നമുക്ക് വലുതായിട്ടൊന്നും അറിയുന്ന ഒരു ഏജില്ല. പിന്നെ വൺസ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഈ കരിയർ എന്തായാലും വേണം, എനിക്ക് വിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പാരൻസ് ആണെങ്കിലും പറഞ്ഞു ജോബ് ആണെങ്കിൽ നിർബന്ധമാണ് വീട്ടിലല്ല എന്നെ സംബന്ധിച്ചു എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഒരു ജോബ് വേണം എന്നുള്ളത്. അപ്പം പിന്നെ 2 ഓപ്ഷനായി, ജോബും ഇതും എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. ഇപ്പോഴും എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെ പോകുന്നേ, നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനും ആ ഷൂട്ട് നടന്നപ്പോൾ ചോദിച്ചു നീ ഇങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു. കാരണം ഇപ്പൊ ഇവള് പോവാൻ ഉദ്ദേശിച്ച ഡേറ്റിനായിരിക്കും ചിലപ്പോ ഇവരെന്ന് പറയുന്നത് ഒരു 3-4 ദിവസം കൂടി ഷൂട്ട് ചെയ്യണം. അപ്പൊ തന്നെ ഇവള് അവിടെ വിളിച്ച് പറഞ്ഞ് സിക്ക് അങ്ങനത്തെ പരിപാടികള് ഇത്ര നടക്കുന്നതെന്നുള്ളത് നമുക്ക് തീയലൊക്കെ ഉണ്ട്. അപ്പം അത് ഓൾറെഡി ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് പോവാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തിട്ട് പോകണം. കാരണം 2 പാഷൻ ഉണ്ട്. അപ്പോൾ 2ഉം എനിക്ക് അതേപോലെ കൊണ്ടുപോകണം. സാധാരണ ഒരു ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്നാൽ നേരെ ഞാൻ അവിടുത്തെ വാഷ്റൂമിൽ പോയി ഫേസൊക്കെ റീടച്ച് ചെയ്ത് അതേപോലെ സ്ട്രേറ്റ് വണ്ടിയെടുത്ത് ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത് വരും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ അപ്കമിങ് ആയിട്ട് വരുന്ന എല്ലാ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഭയങ്കര ഡെഡിക്കേഷൻ, ഇപ്പോൾ അഞ്ചാണെങ്കിലും അഖിലന് ഭയങ്കര ഡെഡിക്കേഷനോടെയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി അവരെ 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ലക്ക് അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് ഒക്കെ അതിൻ്റെ റിസൾട്ടാണല്ലോ നമുക്ക് പിന്നെ കിട്ടുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് എല്ലാവരുടെയും ലൈഫിലൊരു പോയിന്റ് വരില്ലേ, നമ്മൾ കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം. ചില സമയത്ത് നമുക്ക് ചെറിയ ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി വരാം. അപ്പം ഞാൻ പറയും കഴിഞ്ഞ് മതി, ഇനി റെഡി ആവില്ല, കഴിഞ്ഞ്. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർ വന്നിട്ട് എന്നോട് പറയും നിനക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യേ, നീ അല്ലാതെ പിന്നെ ആരാ ചെയ്യുക. അതിലൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രോളി എപ്പോഴും പറയും, ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവിലേക്ക് പോകുമ്പോൾ പറയും നീ ചെയ്യ്. അതേപോലെ ഷബീർക്ക എൻ്റെ ഫ്രണ്ടാണ്, അത് നീ ചെയ്ത് കാണിക്ക് എന്ന് പറയും. അപ്പം അതേപോലെ ഫെലിക്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പം ഇവരൊക്കെ എനിക്ക് എന്താ പറയുക ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഡൗൺ ആവുകയാണെങ്കിലും നമ്മളത് ബൂസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. അതെ, പിന്നെ 2 സംഭവങ്ങളുണ്ട്. ചില സമയത്ത് നമ്മളെ പറയുമല്ലോ നീ ബെസ്റ്റാണ് ആ സംഭവമുണ്ട്. അതെ, സെൽഫ് മോട്ടിവേഷൻ അത് ചില സമയത്ത് കൂടുതലാണ്. അതേപോലെ തന്നെ ചില സമയത്ത് അതേപോലെ കുറഞ്ഞു വരും. ചില സമയത്ത് നമുക്ക് തോന്നും ഇത് വേണ്ട, ഇട്ടെറിഞ്ഞ് പോകാനായിട്ട് ഇതൊക്കെ തോന്നും. അത്രയ്ക്ക് മതിയാവും, നമുക്ക് സ്ട്രഗ്ലിംഗ് ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആ ഒരു മോട്ടിവേഷനിലും പിന്നെ എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നു. അതാണ്. പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരാൾ മാത്രമല്ല, അതിൻ്റെ ഫുൾ ടീം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. ആൾക്കാർക്ക് ബാഡ് കമൻസ് പറയാം, നല്ല രീതിയിൽ പറയാം, മോശമായിട്ടും പറയാം. പക്ഷെ ആ പറയുന്നതിന് ഒരു വേ ഉണ്ട്. അത് നമ്മൾ വേറൊരാളെ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്, പക്ഷെ എന്നാലും നമ്മൾ എവിടെയോ ഒന്ന് എക്സ്പെക്ട് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ബാഡ് കമൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ മേ ബി ഈ പറഞ്ഞതുപോലെ തന്നെ അവരൊരു 5 സെക്കൻഡ്സ് എടുത്തിട്ടായിരിക്കും അവർ ചിന്തിക്കുക ഈ സിനിമനെ ഇങ്ങനെ ആക്കി കളയണം. അപ്പോൾ എങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും അതേപോലെ ഒരു കമൻറ്റ് ഇടാം. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് അവർക്ക് അതൊരു മനസ്സുഖമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ടൈം അവർ വേസ്റ്റ് ചെയ്യുന്നു, ഒരു 5 സെക്കൻഡ്സ് അവർ അഴിഞ്ഞെടുക്കുന്നു. അപ്പം നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, നമ്മളത് ഒരൊറ്റ സെക്കൻഡിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയായി. ഇനിയിപ്പം ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മളത് വായിക്കുന്നു, ഹായ് കൊള്ളാം എന്ന് പറയാം, മുന്നോട്ടേക്ക് പോവുക. കാരണം 2 രീതിയിലും ഒരു മൂവീനെ ഇല്ലാതെ ആക്കാനും പറ്റും, നല്ലതുപോലെ കൊണ്ടുപോകാനും പറ്റും. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ മൂവി അതേപോലെ കണ്ടിട്ട് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും പറയുക പ്രേക്ഷകരുടെ കയ്യിലാണ്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് തന്നെ പറഞ്ഞാൽ മതി.
അപ്പോൾ ഇത്രയും നേരം നമ്മളപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇപ്പം രണ്ടുപേരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.